2028 മുതലാണ് വ്യക്തികളുടെ വരുമാന പരിധിയിന്മേൽ ഒമാൻ ഇൻകം ടാക്സ് ഏർപ്പെടുത്തുന്നത്. 42,000 അതിനു മുകളിലോ ഒമാനി റിയാൽ പ്രതിവർഷം സമ്പാദിക്കുന്ന വ്യക്തി 5% ഇൻകം ടാക്സ് നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ഒമാനിൽ പ്രാവർത്തികമാകാൻ പോകുന്നത്. ഇത്തരത്തിൽ വ്യക്തി വരുമാനത്തിന് മുകളിൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ GCC രാജ്യമാവുകയാണ് ഒമാൻ എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് GCC രാജ്യങ്ങളിലേക്കും ഇങ്ങനെ ഇൻകം ടാക്സ് പോലെയുള്ള നികുതികൾ ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ സജീവമായി ഉയരുന്ന സമയമാണ്. നിലവിൽ അത്തരത്തിലുള്ള സജീവമായ ആലോചനകൾ GCC രാജ്യങ്ങളിൽ ഇല്ല എങ്കിൽ പോലും അത്തരം സാധ്യതകൾ തള്ളിക്കളയേണ്ടതില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എണ്ണ വരുമാനത്തിനപ്പുറത്തേക്ക് വരുമാനത്തിന്റെ കാര്യത്തിൽ വൈവിധ്യവൽക്കരണം തേടുന്ന GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന വരുമാനമുള്ളവരിൽ നിന്നടക്കം പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയേണ്ടതില്ല എന്നാണ് ഈ രംഗം പറയുന്നത്. നമ്മൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ഇപ്പോൾ എത്ര തുക അയച്ചാലും നികുതിയോ മറ്റു കാര്യങ്ങളോ ഒരു GCC രാജ്യവും ഈടാക്കുന്നില്ല. എന്നാൽ ഒരുപക്ഷെ ഭാവിയിൽ അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ സാമ്പത്തിക രംഗം നൽകുന്നുണ്ട്. UAE ഒരു നിശ്ചിത വരുമാന പരിധിക്ക് അപ്പുറമുള്ള കമ്പനികളിൽ നിന്നും അവരുടെ വരുമാനത്തിൽ നിന്നും ടാക്സ് ഏർപ്പെടുത്തിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നത് അടുത്ത കാലത്താണ്. ഇതടക്കമുള്ള നിരവധി മാറ്റങ്ങൾക്ക്, നികുതി രംഗത്തെ മാറ്റങ്ങൾക്ക് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ സാധ്യതയുണ്ടെന്നും ഒമാൻ അതിന്റെ തുടക്കമാണ് ഇട്ടിരിക്കുന്നതെന്നുമാണ് സാമ്പത്തിക രംഗം ഓർമ്മപ്പെടുത്തുന്നത്.